നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിലും ഇന്റർ മയാമിക്ക് വിജയം. 2-0 വിജയമാണ് ഇവിടെ നേടിയിരിക്കുന്നത്. അതോടുകൂടി അഗ്രിഗേറ്റ് 4-0 വിജയവുമായിട്ട് ആദ്യമായി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് അവർ കടന്നിരിക്കുന്നു. ആദ്യപാദ മത്സരം 2-0 വിജയിച്ചിരുന്നു. ആ കളി ലിയോ മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ കവലിയർ FC മൈതാനത്ത് പോയി കളിച്ച രണ്ടാം പാദ മത്സരം ലിയോ മെസ്സി രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഗോളും അടിച്ചു. ആദ്യം ലൂയിസ് സുവാരസിൻ്റെ ഒരു ഗോൾ പെനാൽറ്റിയിലൂടെ പിറന്നിരുന്നു. അങ്ങനെയാണ് അവർ 2-0 വിജയിക്കുന്നത്. മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ലൂയിസ് സുവാരസും അല്ലൻ്റെയും സെഗോവിയയും റൂയിസുമാണ് ഇറങ്ങിയത്. മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലിരുന്നു. കളിയുടെ 37ാമത്തെ മിനിറ്റിൽ അല്ലൻ്റെ പെനാൽറ്റി ബോക്സിലേക്ക് ബോളുമായിട്ട് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റിയാണ് ലൂയിസ് സുവാരസ് ഗോളാക്കി മാറ്റുന്നത്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. മെസ്സിയുടെ കളിക്കളത്തിലേക്കുള്ള വരവാണ് എല്ലാവരും ആഗ്രഹിച്ചത്. കളിയുടെ 53ാമത്തെ മിനിറ്റിൽ ലൂയിസ് സുവാരസിന് പകരം ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഒടുവിൽ അവസാന ഘട്ടത്തിൽ സാൻഡി മൊറേലസിൻ്റെ ഒരു കിടിലൻ പാസ്, കിടിലൻ ത്രൂ ബോൾ പെനാൽറ്റി ബോക്സിലേക്ക് മെസ്സി അതിനനുസരിച്ച് ഓടിക്കയറി ഗോൾ കീപ്പറുടെ മുകളിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 2-0 ഇന്റർ മയാമി വിജയിച്ചു. ഇതാ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.